നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. NSS ജനറൽ സെക്രട്ടറിയുടെ മാടമ്പി തരത്തിന് മണികെട്ടാൻ മറ്റൊരു മാടമ്പിയെ എതിർപക്ഷം രംഗത്തിറക്കിയതോടെ പെരുന്നയിൽ പ്രകമ്പനം തുടങ്ങുകയാണോ? 64 വർഷമായി ആർക്കും തൊടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോൾ പുറത്തുവിടാൻ ഇനിയും അണിയറ കഥകൾ ഉണ്ടെന്ന് അരുമയായിരുന്ന KB ഗണേഷ് കുമാർ. ഇനി കളി മാറുമോ? സുകുമാരൻ നായർക്കെതിരെ മറ്റൊരു മാടമ്പിയെ ഇറക്കി യുദ്ധം പ്രഖ്യാപിക്കുന്ന വിമതപക്ഷം വർദ്ധിത വീര്യത്തിലാണ്. മന്നത്താചാര്യന്റെ പേരിൽ സുകുമാരൻ നായർക്ക് മണികെട്ടാൻ ഗണേഷിന്റെ വരവിനാവുമോ? NSSനെ കുടുംബ സ്വത്താക്കി മാറ്റിയെന്ന ആരോപണങ്ങളുടെ കണക്ക് പുസ്തകം തുറക്കുകയാണ് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ. തെളിവുകളുടെ 1ാം പതിപ്പേ പുറത്തു വന്നിട്ടുള്ളൂ എന്നും ഇനിയും കഥകൾ വരാനുണ്ടെന്നുമുള്ള മുന്നറിയിപ്പ്. ഇത് വെറുമൊരു ഏറ്റുമുട്ടലല്ല, NSSലെ അധികാര കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്ന മാടമ്പി യുദ്ധം. ഗണേഷ് പടയൊരുക്കുമ്പോൾ സുകുമാരൻ നായർക്ക് പതറുമോ? അതോ പതിറ്റാണ്ടുകളായി തകർക്കാനാകാത്ത ആ കോട്ടയ്ക്ക് മുന്നിൽ ഗണേഷിന്റെ പടയും തകർന്നു വീഴുമോ? മാടമ്പിത്തരത്തിന് മണികെട്ടാൻ ഇറങ്ങിയവർ ആരൊക്കെ? അധികാരത്തിന്റെ കിരീടം ആരുടെ തലയിൽ തുടരും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കുറെ നാളുകളായി സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമതസ്വരം ഉയർന്നു വരികയായിരുന്നു. ഇതിന്റെ ഒരു നേർ പ്രതിഫലനമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത്. ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പേരിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള അഴിമതി കഥകൾ തുറന്നു കാട്ടുന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു. ഈ ചടങ്ങിലാണ് KB ഗണേഷ് കുമാർ, ഒരു കാലത്ത് ജി സുകുമാരൻ നായരുടെ അരുമയായിരുന്ന KB ഗണേഷ് കുമാർ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് വലിയൊരു പ്രസംഗം നടത്തുകയും ചെയ്തത്. അതിൽ ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കാം. നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്താചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും അത് നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നത് കേട്ടോ. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയി. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിൻ്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്ത് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണേ, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? ഏഴ് മണിയായി. ഇനി ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി, 8 മണി, 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ലേ. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല. കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അതല്ലേ സത്യമല്ലേ. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് മാഞ്ച് പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ്, അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. പുറത്ത് മന്നത്ത് പത്മനാഭൻ്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിൻ്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുകയാണ്. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ, അവിടെയൊക്കെ ഈ
ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ല, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാരനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാരനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർക്ക് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ജി സുകുമാരൻ നായർക്കെതിരെ പരിഹാസ രൂപേണയായിരുന്നു KB ഗണേഷ് കുമാറിന്റെ പ്രസംഗം. അതേസമയം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജി സുകുമാരൻ നായർ വലിയ പ്രകോപനം ഉണ്ടാക്കിയില്ല. അദ്ദേഹം വളരെ മൃദുവായ രീതിയിലാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ. ഇപ്പോൾ കുറേ കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പോൾ സംസാരിക്കുന്നത്. എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചനടുത്താണ് പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എൻ്റെ കടമയാണ്. KB ഗണേഷ് കുമാറിനെ മുൻനിർത്തിയുള്ള ജി സുകുമാരൻ നായർക്കെതിരെയുള്ള പടയൊരുക്കം വിജയിക്കുമോ? ശ്രീ ഡോക്ടർ ജി വി ഹരി, ഡോക്ടർ മോഹനൻപിള്ള, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ ജി വി ഹരി, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ KB ഗണേഷ് കുമാർ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വിമത നീക്കം കുറച്ച് നാളുകളായി ഉള്ളതാണ്. ഇവർ കേസുകളുമായി കോടതിയിലേക്കും പോയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ജി സുകുമാരൻ നായർ പറയുകയും ചെയ്തത്. അവിടെ ഒരു ശുദ്ധികലശം വേണം, ജി സുകുമാരൻ നായരെ അവിടെ നിന്ന് മാറ്റണം. ഇത് തന്നെയാണല്ലോ ഇവരുടെയൊക്കെ ആവശ്യം. ഇത് എങ്ങനെയാണ് കാണുന്നത് താങ്കൾ ഇതിനെ? ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു സമീപനം കേരളത്തിലെ എല്ലാ സാംസ്കാരിക സാമുദായിക നേതാക്കന്മാരുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അവരുമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം തന്നെ തീർച്ചയായിട്ടും NSSുമായിട്ട് അങ്ങേയറ്റം നല്ല ബന്ധമാണ് സൂക്ഷിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ട ഞാൻ അദ്ദേഹത്തിൻ്റെ ഗണേഷ് കുമാറിൻ്റെ കഥ തന്നെ മിമിക്രി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വീഡിയോ കൂടി എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണിക്കണമായിരുന്നു. ഒരു 6 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം എന്തായിരുന്നു ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ വീഡിയോ വീഡിയോ കേട്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം നിരാശയിൽ നിന്നാണെന്നുള്ളത് നമുക്കൊക്കെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിട്ടുള്ള ആളാണ്. ഡയറക്ട് ബോർഡ് അംഗമായിരുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. അതുമാത്രമല്ല, അദ്ദേഹം ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായി ചേരുന്ന വാക്കുകളാണ്. എന്താണ് ഗണേഷ് കുമാർ എന്നുള്ളത് കേരള സമൂഹത്തിലുള്ള ആളുകൾക്കെല്ലാം അറിയാം. എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പെന്നും സ്വഭാവമെന്നും. അദ്ദേഹം ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഓടി എങ്ങോട്ടാണ് ചെന്നതെന്നൊക്കെ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോൾ രണ്ടുപേരെയും കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ വാക്കുകളൊക്കെ കേരള സമൂഹത്തിലെ ആളുകളും NSSൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ എങ്ങനെ കാണുന്നുള്ളത് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതൊക്കെ ആളുകൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ ആളുകൾ, അദ്ദേഹം ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കുറേ കാലമായി അദ്ദേഹത്തിനെതിരായിട്ടും സംഘടനയ്ക്കെതിരായിട്ടും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഇതുമായി ചേർന്ന് നിന്നിട്ടുള്ള ആളുകളാണ്. അവരെന്തുകൊണ്ട് പുറത്തു പോകുന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പല ആളുകളും പലതരത്തിലുള്ള അഴിമതി നടത്തിയിട്ടാണ് ഇത് പുറത്തു പോയിട്ടുള്ളത്. ഏറ്റവും അവസാനമായി ഗണേഷ് കുമാറിൻ്റെ കാര്യം തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഇപ്പോൾ അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, എത്രയോ കാലമായി MLA ആയിരുന്ന ആളാണ്. എന്തുകൊണ്ടാണ് പത്തനാപുരത്ത് അദ്ദേഹം തോറ്റുപോയത്? അവിടെ NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നമുണ്ടായി. അദ്ദേഹത്തെ NSS ഇന്ന് അവിടെ നിന്ന് തന്നെ അവർ പുറത്താക്കി. അവരെ വലിയ പരാതി നടത്തി. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയൊരു അഴിമതി ആരോപണമുണ്ടായി. ആ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളുടെ അതിൻ്റെ അവസാനമായിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തു പോകുന്നത്.
അത് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണ്ടേ? അദ്ദേഹം എന്തുകൊണ്ട് തോറ്റുപോയി? അവിടെ ജ്യോതികുമാർ ചാമക്കാല അവിടെ വിജയിച്ചതിൻ്റെ അടിസ്ഥാന ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NSS അവിടെയുള്ള NSSൻ്റെ പ്രവർത്തകരടക്കം അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സമയത്തുള്ള ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അങ്ങനെയാണ്. അത്ര വലിയ NSSൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കണ്ടേ? അവിടുത്തെ NSSൻ്റെ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു, കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടേതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ, NSSന് വേണ്ടി അദ്ദേഹം ഇത്രയും പ്രവർത്തിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം പത്തനാപുരത്ത് തോൽക്കുന്നത്? അപ്പോൾ ഈ നിരാശകളൊക്കെ തന്നെ ഗണേശൻ്റെ വാക്കുകളിൽ ഇവിടെ സൂചിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരാളെയും ആക്ഷേപിക്കുന്നത് ശരിയായെന്നല്ല. അവിടെ പ്രത്യേകിച്ചൊരു മന്ത്രിയായിരുന്ന ആളൊക്കെ, MLA ആയിരുന്ന ആളൊക്കെ, പൊതുരംഗത്ത് നിന്നിട്ടുള്ള ആൾ, പ്രത്യേകിച്ച് ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞൊന്നും ശരിയായ നടപടിയല്ല. അതൊന്നും ഗണേഷ് കുമാറിനെ പോലെ ഒരാൾക്ക് ശരിയായി യോജിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിന് ശരിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഈ ആക്ഷേപങ്ങൾക്കും അപ്പുറം അദ്ദേഹം കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത് ജി സുകുമാരൻ നായർ ഈ കുടുംബ സ്വത്താക്കി NSSനെ മാറ്റിയതിനെ കുറിച്ചാണ്. അതിനുള്ള മറുപടി ജി സുകുമാരൻ നായർ പറയുന്നില്ല. ഇതേ കാര്യം തന്നെ ഈ പറയുന്ന ഒരു പുസ്തകമുണ്ടല്ലോ, താങ്കളുടെ കൈവശം അതുണ്ടല്ലോ, ദേവദാരുവിലെ അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇവരുടെ നീക്കം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ഈ സമുദായ അംഗങ്ങളുടെ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അവർ എത്തിച്ചോട്ടെ. മഞ്ജുഷ, ഒരു കാര്യം ഞാൻ പറയാം. 2011 NSSൻ്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീ ജി സുകുമാരൻ നായർ സാർ. അദ്ദേഹം ഇപ്പോൾ 5 വർഷം തുടർച്ചയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഓരോ തവണയും. ഇവരെല്ലാവരും ഇതിനകത്ത് ഉണ്ടായിരുന്നവരാണല്ലോ. എന്തുകൊണ്ടായി ഇവർക്ക് ആർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെ എല്ലാവർക്കും മത്സരിക്കാൻ ഓപ്പൺ ആണല്ലോ, അതിനകത്തൊരു പ്രയാസമല്ല. അപ്പോൾ 5 വർഷമായി ഇത് സംവിധാനത്തിനകത്ത് നിൽക്കുന്നവർ, ഇതിന് പുറത്ത് നിൽക്കുന്നവർക്ക് എന്തും പറയാം, ഈ സംവിധാനത്തിനകത്ത് അംഗമായിരിക്കുന്നവർ, താലൂക്കുകളിൽ കരയോഗങ്ങളിൽ അംഗമായിരിക്കുന്നവർക്കൊക്കെ തന്നെ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. എല്ലാവർക്കും മത്സരിക്കാം. അത് താലൂക്കുകളിൽ മത്സരിക്കാം, നമ്മുടെ കരയോഗത്തിൽ മത്സരിക്കാം, കരയോഗത്തിൽ നിന്ന് താലൂക്കുകളിലേക്ക് വരാം, താലൂക്കുകളിൽ നിന്ന് പ്രതിനിധിയായിട്ട് നമുക്ക് NSSൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാം, ഡയറക്ട് ബോർഡിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവരാരും ജയിക്കാത്തത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? കൃത്യമായി അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അതിന് മറുപടിയുടെ കാര്യമില്ല. നന്നായി അദ്ദേഹം ഒരു മറുപടിയും പറയാത്തത് ഏറ്റവും നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എവർക്കൊന്നും മറുപടി കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ജനം മറുപടി പറയും. NSSനകത്ത് പ്രവർത്തകരായിട്ടുള്ള NSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇതിന് മറുപടി പറയും. അല്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളൊന്നും ഇതിന് ഇവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ. ഡോക്ടർ ജി മോഹനൻപിള്ള, ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻപിള്ള, അദ്ദേഹം ഈ പുസ്തകം എഴുതിയതിൽ ഒരാൾ കൂടിയാണ്. NSS സംരക്ഷണ സമിതി എന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്. ശ്രീ മോഹനൻപിള്ള, ഇതിപ്പോൾ ഗണേഷിനെ കൂടെ കൂട്ടിയത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതുപോലെയായി മാറിയിട്ടുണ്ടോ? കാരണം അദ്ദേഹം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വിശ്വാസ്യത കിട്ടുന്നില്ല. ഇപ്പോൾ ശ്രീ GV ഹരി പറഞ്ഞതുപോലെ, കാരണം ഇദ്ദേഹം തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ അരുമയായിരുന്നത്, അച്ഛനെ പോലെയാണ് താൻ കാണുന്നത് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് പത്തനാപുരത്തെ NSS താലൂക്ക് യൂണിയനിലെ പദവി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം വെളിയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുകയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഈ വേദിയിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസ്യത കിട്ടുന്നില്ല എന്നുള്ള വിമർശനം വരികയാണ്. മഞ്ജുഷ, വളരെ സന്തോഷമുണ്ട് സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ടെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നതിൽ. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരാൾ. അതിന് പ്രത്യേക കാര്യമുണ്ട്. ഹരിസാറ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ എവിടെയാണോ ഇൻറ്റീരിയറായിട്ടുള്ള ഒരു സ്കൂളിലോട്ടങ്ങ് മാറും. അത് ചെയ്യും. അല്ല എന്നുള്ള ഒന്നും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണത് പറയുന്നത്. അതിവിടെ രണ്ടാമത് എല്ലാവരും എന്തൊക്കെയോ സ്ഥാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് വന്നു എന്നുള്ളതല്ല. ഞാൻ 28 വർഷം മുമ്പ് കണ്ട NSS അല്ല ഇപ്പോഴത്തെ NSS. ഒരു കാര്യം കൂടി, ഒരു അധ്യാപകന് പോലും ഇത്രയും ന്യായീകരിക്കാൻ പറ്റും. അങ്ങേരെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ അങ്ങേർക്ക് അഹിതമായിട്ടുള്ള കരയോഗാംഗങ്ങളെ തെരഞ്ഞെടുത്തു വന്നാൽ അതിനെ പരാജയപ്പെട്ടവരെ അഡ്ഹോക്കാക്കി വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ള ഒരു ടീമിനെ മാത്രം ഇത്രയും നല്ല ഹരിസാർ ഒരു കാര്യം പറയും. ഒരാളെങ്കിലും 300 പേരിൽ ഒരാളെങ്കിലും എതിര് പറയാത്ത ഒരു ഡെമോക്രസി ഉണ്ടോ? ആദ്യം നമ്മുടെ സമുദായ സെക്രട്ടറിയെ ജനാധിപത്യവും കുടുംബാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കണം. അങ്ങേര് പറയുന്നത് ജനാധിപത്യമാണെന്നാണ് പറയുന്നത്. ഈ സുകുമാരൻ നായരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് കുടുംബാധിപത്യം. അവിടെ ഇന്ത്യൻ ഭരണഘടന മാതിരിയല്ല NSSന്റെ ഭരണഘടന അങ്ങേര് വിചാരിച്ചു വെച്ചിരിക്കുന്ന. ശരിയാ മഞ്ജുഷേ, 4ൽ 3 ഭൂരിപക്ഷം വേണം. വീട്ടിലെ 4 മക്കളുടെയും അതിൽ ഒന്നാമത്തെ ആളിൻ്റെയും കൂടെ ഭൂരിപക്ഷം കിട്ടിയാലേ അവിടെ ഭരണഘടന മാറുള്ളൂ.
അതാണ് 4/3 ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ സ്പെഷ്യൽ ആക്ട് അനുസരിച്ചുള്ള ഭൂരിപക്ഷം മാറേണ്ടതാണ്. പിന്നെ പറഞ്ഞു ഇന്ന് സുകുമാരൻ നായരുടെ മറുപടി, അദ്ദേഹം ഇങ്ങനൊന്നും അല്ല പറയേണ്ടത്, അത് പ്രതീക്ഷിച്ചതോ. ഇപ്പൊ എല്ലാവരും പത്തി മടങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. കേസ് കൊടുക്കട്ടെ. എന്തിന്? ജനാധിപത്യത്തിനെതിരെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. ഹരിസാറേ, ജനാധിപത്യത്തിനെതിരെ കേസ് കൊടുക്കാനെന്ന് പറഞ്ഞ് ഇങ്ങേരുടെ സ്ഥിരം സ്റ്റൈലിയാ കയറിയപ്പം മുതലുള്ള കേസ് കൊടുക്കാൻ. ആദ്യം സ്വന്തം മകളോടാണ് പറഞ്ഞത്, നീ പോയി കേസ് കൊടുക്കടി എനിക്കെതിരായിട്ടെന്ന്. സുജാത കേസ് കൊടുത്താണ് ഇവിടെ എടുത്തത്. വിശ്വനാഥ് അയ്യർ സാറിന്റെ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 1992. അപ്പൊ ആ കൂട്ടത്തിൽ വരുമോ? സുജാത ഞങ്ങളുടെ കൂട്ടത്തിലാണോ കേസ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ? യു ഹാവ് ടു ആൻസർ ദാറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, സമ്മതിച്ചു. മകൾക്ക് മാർക്കില്ലാഞ്ഞിട്ട് കാലിക്കറ്റ് ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. യൂണിവേഴ്സിറ്റി കേസിന് പോയി ഒരു ഓപ്ഷൻ ഓപ്പൺ ഇട്ടതിന് ശേഷം ജഡ്ജി പറഞ്ഞു UGC അല്ല എന്ന്. ആർക്കെങ്കിലും അല്പമെങ്കിലും വിവരമുള്ളവർക്ക് പറയാൻ പറ്റുമോ UGCയുടെ നോംസ് അല്ല കോളേജിൽ നിന്ന്, അക്കാഡമിക് കൗൺസിലിന്റെ നോംസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി വിത്ത് ദ ഗവൺമെന്റ്. അന്നത്തെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത്, ഇനി ഏതായാലും അപ്പോയിന്റ്മെന്റ് ഒരാൾ ജോലി ചെയ്ത് ഇത്ര ദിവസം ആയതല്ലേ, പിരിച്ചുവിടുന്നത് മോശമാണ്, നാണക്കേടാണ്. അതല്ലയോ അറ്റ് ദി മേഴ്സി. ഐ തിങ്ക് യു ആർ ദ ക്വാളിഫൈഡ് ആയിട്ടുള്ള NSSന്റെ കോർഡിനേറ്റർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാറാണ് NSSലെ. പിന്നെ ഞാൻ സാറിനെ കുറ്റം പറയില്ല. കാര്യം NSSൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഒരക്ഷരമെങ്കിലും സമുദായത്തിനെതിരായിട്ട് പറയാൻ തന്റെ ഇടമുള്ള ഒരു നാവും ഇന്ന് വരെ അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ അനുഭവം സമുദായത്തിനെതിരെ അല്ലല്ലോ, സംഘടനയ്ക്കെതിരെ എന്ന് തിരുത്തണ്ടേ ശ്രീ ഡോക്ടർ മോഹൻപിള്ള? സമുദായത്തിനെതിരെ സംഘടനയ്ക്കെതിരെ അല്ല. അതന്നെ സംഘടന എങ്ങനെയാണ്? ഐ ആം ദ കിങ്, ലൂയി 14 ഏതെങ്കിലും ഒരു സംഘടന ഒന്ന് കാണിച്ചു തരാമോ? 100% ഫോർ ദീസ് മെനി ഇയേഴ്സ് ഒന്ന് പറഞ്ഞു തരാം എന്നാ ഞാൻ സമ്മതിച്ചു. ഒരു എതിരഭിപ്രായം പോലും ഇല്ല എന്നുള്ളതല്ലേ മഞ്ജുഷ ഇതിനകത്ത് വരുന്നത്. KB ഗണേഷ് കുമാർ എന്ത് എതിരഭിപ്രായമായിരുന്നു ഡോക്ടർ മോഹൻപിള്ള? ഈ KB ഗണേഷ് കുമാർ എന്ത് എതിരഭിപ്രായമായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്? അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായപ്പോഴാണ് അദ്ദേഹം എതിരഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് എന്നിപ്പോൾ ഹരി പറഞ്ഞല്ലോ. അത് പ്രസക്തമല്ലേ? അത് നമ്മള് ഇവിടെ ഇത്തിൽ കണ്ണികൾ, അതും ദേവദാരുവില്ലേ, ഈ ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ KB ഗണേഷ് കുമാറിന്റെയോ G സുകുമാരൻ നായരുടെയോ അല്ലാതെ നമ്മളത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി, ഞങ്ങൾ NSSലെ അംഗങ്ങൾ തന്നെയാണ്. ഞങ്ങളാണ് അതിനെതിരെ വിമർശിക്കുന്നത്. NSSനെതിരായിട്ടാണ്. കാര്യം NSS നടക്കുന്നത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമായിരുന്നെങ്കിൽ അന്തസ്സുള്ള നായരാണെന്ന് വിചാരിക്കായിരുന്നു നായർ NSSന്റെ സെക്രട്ടറി പോലും. ഒരു ഉത്തരം, അതായത് പറഞ്ഞു തരാം എത്രയാണ്. 87,37,129 രൂപ മൈനിങ് ആൻഡ് ജിയോളജി റോയൽറ്റി അടച്ചിട്ട് എത്ര കോടി രൂപയുടെ മണ്ണാണ് അത്? റോയൽറ്റി ഗവൺമെന്റിന് കൊടുക്കേണ്ടതാ. മണ്ണ് അടിച്ചുമാറ്റി ചേർത്തല കോളേജിൽ നിന്ന്. അപ്പോൾ അത് കൂടുതലെടുത്തു എന്ന് പറഞ്ഞ് ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറും കൂടെ ചേർന്ന് കൂടുതലെടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സ്, ട്രാക്ടറും ട്രക്കും എല്ലാം വന്ന് സീസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഈ 2 കാട്ടുകള്ളന്മാർക്കും 7,13,000 രൂപ എന്റെ സമുദായ നേതാവ് ഫൈൻ അടച്ചു. എന്നിട്ടും ഞാൻ മെഴുകണോ സമുദായ നേതാവിന് വേണ്ടി? ആ ഷാജി ഫൈൻ അടച്ചത് 11 ലക്ഷത്തിലധികമാണ്. എന്തിന് ഞാൻ മെഴുകണോ? ആൻസർ ദാ. ഡോക്ടർ സുജാത, ഓക്കെ, ഞാൻ ലിവിങ് ഇറ്റ് ടു ദാറ്റ്, എന്റെ സീനിയറാ. 50% മാർക്ക് വെച്ച് GV ഹരി പറയൂ UGC നോംസിന് എലിജിബിൾ ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാൻ കാര്യങ്ങൾ. GV ഹരി എന്റെ വിശ്വാസത്തിൽ ഹരിസാർ തിരുവനന്തപുരത്തുള്ളതാണ്. അയ്യപ്പ കോളേജ് ആവിയായിട്ട് പോയത് എങ്ങനെയാണെന്നൊന്ന് പറയുമോ? സമുദായം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കോളേജ് എന്തിയെ ലിസ്റ്റിലുണ്ടോ? 300 പ്രതിനിധി സഭ മെമ്പർമാര്, 21 ഒരു ടെക്നിക്കലും 22 ഡയറക്ടർ ബോർഡ് മെമ്പർമാര്. ആരെങ്കിലും NSSന്റെ ആസ്തിയോ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങുകളോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? നേരെ നല്ല വെളുത്ത ഷർട്ടും മുണ്ടുവിട്ട് കക്ഷത്തിൽ നാരങ്ങയും വെച്ച് ഞാൻ നായർ പ്രമാണിയാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് എന്താണോ നടക്കുന്നത് അതിനെല്ലാം റാൻ മൂളിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വന്ന് കരയോഗത്തിലെ പ്രസംഗങ്ങളാണ് അതിലൊക്കെ പ്രമാണം. അവിടെ ഞാൻ അങ്ങ് മലമറിച്ചിട്ടു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഓരോന്ന് വെളിയിൽ വരുന്നത് പിന്നീടാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് ഫസ്റ്റ് ടൈം ഡോക്യുമെന്റഡ് ആയിട്ട്, ആരോപണമല്ല, ഡോക്യുമെന്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഡോക്യുമെന്റിൽ സംശയം ഉണ്ടെങ്കിൽ പറയാം. ശരി ഹരി, ഇതുവരെ ആരോപണങ്ങളായിരുന്നു വന്നിരുന്നത്, പക്ഷേ ഇതിപ്പോൾ പുസ്തക രൂപത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. പുസ്തകമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്, അത് താങ്കളുടെ കൈവശം ഉണ്ട് താനും. ഇതിനിപ്പോൾ മറുപടി പറയേണ്ടി വരും, കാരണം സമുദായ അംഗങ്ങളുടെ കയ്യിലേക്കാണ് ഈ പുസ്തകം പോകുന്നത്. നോക്ക്, ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം അല്പം മുമ്പാണ് ഈ പുസ്തകം എൻ്റെ കയ്യിലേക്ക് വരുന്നത്. ഞാനിതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്ക്, എല്ലാ വർഷവും കൃത്യമായി
ബജറ്റ് സമ്മേളനം നടത്തുന്ന അതിൻ്റെ അച്ചടിച്ച് അത് പുറത്തിറക്കുന്ന എല്ലാവരുടെ കയ്യിലേക്കും കണക്കും കാര്യങ്ങളും കിട്ടുന്ന ഒരു സംഘടനയായിട്ടാണ് ഞാൻ NSSനെ കാണുന്നത്. NSSനകത്ത് എല്ലാ വർഷവും ബജറ്റ് സമ്മേളനം നടക്കുന്നുണ്ടെന്ന് ശ്രീ ബ്രിഗേഡിയർ എന്തായാലും സമ്മതിക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വർഷവും കണക്ക് അച്ചടിച്ച് കൃത്യമായിട്ട് എത്രയാണ് ബജറ്റ്, NSSന്റെ ബജറ്റ് എത്രയാണ്, വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങക്ക് പറയാൻ അവസരമുണ്ട്. എല്ലാം കൃത്യമായിട്ട് കണക്ക് അച്ചടിച്ച് പുറത്തിറക്കാം. ഇത് രഹസ്യമായ ഒരു രേഖയല്ലല്ലോ, അത് പരസ്യമായിട്ടുള്ള രേഖയാണ്. ആ രഹസ്യമായിട്ടുള്ള രേഖ ആയിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നെങ്കിൽ കണക്കില്ല, ആ കാര്യങ്ങളില്ല. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് മറുപടി പറയാൻ എനിക്കല്ല, കാരണം ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം പറയുന്നതുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മഞ്ജുഷ ഇത്രയേ ഉള്ളൂ. അതാണ് ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ജനാധിപത്യം തകരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സാധാരണഗതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് നീതി കിട്ടിയില്ല എന്തോന്നും മഞ്ജുഷ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത് മഞ്ജുഷ ചെയ്യുന്നത്? മഞ്ജുഷ് എന്ത് ചെയ്യും? പറയൂ. മഞ്ജുഷ് ഒരു നീതി ഞാൻ ചോദിച്ചതിന് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ശരിയായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഈ രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നീതി ഇല്ലാന്ന് തോന്നിയാൽ നിങ്ങൾ കേസ് കൊടുത്തോളൂ. അദ്ദേഹം പറഞ്ഞാൽ എന്താ തെറ്റ്? ബ്രിഗേഡിയറെ, ഒരു നിങ്ങൾ തെറ്റുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിന് തെറ്റില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അല്ല പറയേണ്ടത്, അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? നിങ്ങൾ പറയുന്നതിന് മറുപടി പറയണം. അങ്ങനെയല്ല. നോക്കൂ, അദ്ദേഹം NSS എന്ന് പറയുന്ന ഒരു മിനിറ്റ് അങ്ങേക്ക് സമയമുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങേക്ക് സംസാരിക്കാം. നോക്കൂ, NSS എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനകത്ത് അതിൻ്റെ എത്ര കരയോഗങ്ങളുണ്ടെന്ന് അങ്ങേക്കറിയാം, എനിക്കറിയാം, അതോടൊപ്പം പൊതുജനങ്ങൾക്കറിയാം, അതോടൊപ്പം താലൂക്കുകളിൽ എത്രയുണ്ട്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്കും വരാം, എനിക്കും വരാം. സംശയമുണ്ടോ? ഇല്ല, വരാം. അങ്ങനെ തെരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന ആളുകൾ, പ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ താങ്കൾ പറഞ്ഞല്ലോ, ആ 300 മിനിറ്റ് അങ്ങ് ഇടയ്ക്ക് സംസാരിക്കല്ലേ, ഈ 300 പേരുടെ മുമ്പിലാണ് ഈ ബജറ്റ്. നിങ്ങൾക്ക് അതിനകത്ത് അനീതി ഉണ്ടെങ്കിൽ അല്ല, നോക്കൂ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പറയുന്നത്, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നില്ലേ? അപ്പൊ ഇവിടെ അച്ചടിച്ച് പുറത്തിറക്കുന്ന ഈ രേഖ, അതിനകത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും, നിങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അല്പം മുമ്പാണ് എനിക്ക് മഞ്ജുഷ് ഈ പുസ്തകം തരുന്നത്, അതുകൊണ്ട് ഞാനിത് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിത് വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇത് വായിച്ചതിന് ശേഷം അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാമ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാം. അതിന് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒറ്റ സംവിധാനം. അങ്ങനെയാണെങ്കിൽ ഇതേ പറയുള്ളൂ. അല്ല, എന്നാ പോയി കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോഹൻപിള്ള ഇതേ സെക്രട്ടറിക്ക് പറയാനുള്ളൂ, എന്നാ പോയി കേസ് കൊടുക്കുക, അതല്ലേ സംവിധാനമുള്ളൂ. അതാണ് മോളോടും നോക്കൂ, അതല്ല വേറൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. തെറ്റാണോ ഞാൻ ചോദിക്കുന്നത്? ആ സംവിധാനം തെറ്റാണോ? നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിപരമല്ലാത്തൊരു കാര്യമുണ്ടോ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ അവരെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ അവരുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് എന്ത് ന്യായക്കേടാണ് അതിനകത്തുള്ളത്? എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. ഞാനിത് കാണുന്നത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ വെർഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ അവിടെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. അല്ല, VD സതീശനെ കുറിച്ച്, മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ച് എന്താണ് G. സുകുമാരൻ നായർ പറഞ്ഞത് എന്നുള്ള കാര്യം KB ഗണേഷ് കുമാർ പറയുകയുണ്ടായി. അവനെ ഞാൻ കാല് പിടിപ്പിക്കുമെന്നാണ്, അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്നോടാണോ? അതെ, KB ഗണേഷ് കുമാർ അങ്ങനെ പലതും പറഞ്ഞു, ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ നേരത്തെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അത്തരത്തിൽ കാല് പിടിപ്പിക്കുമെന്നും അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. അത് KB ഗണേഷ് കുമാറിന്റെ പ്രശ്നമാണ്. KB ഗണേഷ് കുമാർ അങ്ങനെ എന്തെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഒരു കാര്യത്തിനകത്ത്, ഇത് ഏത് NSS മാത്രമല്ല, ഏത് സംഘടനയ്ക്കകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തെറ്റുണ്ടെന്ന് ഏതെങ്കിലും ഒരാൾക്ക്, അതിനകത്ത് ഒരു അംഗത്തിന് തോന്നിയാൽ, ആ അംഗത്തിന് ന്യായമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. എനിക്കത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കുണ്ടെങ്കിലും അങ്ങയ്ക്കുണ്ടെങ്കിലും ആർക്കുണ്ടെങ്കിലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അവർക്ക് സമീപിക്കാം. അങ്ങനെ സമീപിച്ചവരാണ് മുഴുവൻ ആളുകളും. ഈ പറയുന്ന, ഞാനിതിൻ്റെ ആമുഖമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആമുഖത്തിനകത്ത് എഴുതിയിരിക്കുന്ന, ഞാനിപ്പോൾ അതിനകത്തൂടെ കടന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ലേഖനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന 4-5 പേരുടെ പേരുകൾ ഞാൻ കണ്ടു. ആ 4-5 പേരുകളുടെ പേരുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതേവരെല്ലാം തന്നെ ശ്രീ VP ഹരിദാസ് ആണെങ്കിലും, ശ്രീ വിനോദ് കുമാർ ആണെങ്കിലും, ശ്രീ MR ഉണ്ണി ആണെങ്കിലും, TKG നായർ ആണെങ്കിലും, അതോടൊപ്പം രാമൻ നായർ ആണെങ്കിലും, ഇവരൊക്കെ തന്നെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇവരൊക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്തുപോയി. കാരണം എന്താണ്? അത് പത്തനാപുരത്തെ കാര്യം എനിക്ക് രാഷ്ട്രീയപരമായിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. എന്താണ് കാരണം എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർ പുറത്തു പോയപ്പോ ഇപ്പൊ അദ്ദേഹം മോശക്കാരനാവുക, അതൊരു ശരിയായ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഈ വിമത ശബ്ദം പുതിയതൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ ഗണേഷ് കൂടി അതിൽ പങ്കാളിയാവുകയാണ്. ഗണേശും കൂടെ പങ്കാളിയാവുമ്പോൾ ഗണേശ ഇപ്പം തന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞത് കണ്ടില്ലേ? വളരെ
സൂക്ഷ്മമായി കാര്യങ്ങൾ നോക്കിയിട്ട് വളരെ വിദഗ്ധമായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ സംസാരിക്കുന്ന, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ജനക്കൂട്ടത്തോട് പ്രസംഗിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. മുൻ മന്ത്രി എന്ന സ്ഥാനവുമുണ്ട്. പക്ഷേ പത്തനാപുരത്ത് അദ്ദേഹം ഇത്തവണ തോറ്റു. ഇത്തവണ ജയിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടതിന് ഒരു കാരണമായി ഞാൻ കാണുന്നത് NSS പ്രവർത്തകരുടെ ഇടപെടൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ബ്രിഗേഡിയർ മോഹൻപിള്ളയാണെങ്കിലും GB ഹരി ആണെങ്കിലും പറഞ്ഞു വന്നത് ജനാധിപത്യം. NSSൻ്റെ അകത്തെ ജനാധിപത്യത്തിൻ്റെ വളർച്ച, വ്യാപ്തി എന്ന് മാത്രമുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം, കൂടുതൽ പേർക്കും അറിയാം. ജനറൽ സെക്രട്ടറിയെ വെല്ലുവിളിച്ചും കൊണ്ട് ഒരു ഡയറക്ടർക്കും ഒരിടത്തും നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഹരി പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കേസ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ മിഥ്യയാണ്. അതിൻ്റെ ഭരണഘടന എങ്ങനെയാണ്? അന്നത്തെ കാലത്ത് മന്നത്ത് പത്മനാഭൻ അങ്ങനെ ഒരു രൂപം കൊടുത്തത്, ആ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയത് വളരെ ബോധപൂർവമായിരുന്നു. പലരും ജനാധിപത്യത്തിൻ്റെ പേരിൽ പലരും കടന്നു വരാം, ഇവിടെ ജനറൽ സെക്രട്ടറി ആവാം, എനിക്ക് ശേഷം അങ്ങനെയുള്ളവർ വന്ന് ഈ സംഘടനയെ നശിപ്പിക്കരുത്. കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരിയും വായിച്ചിട്ടുണ്ട്. ഞാൻ NSSനെ കുറിച്ച് ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോട്ടയത്തെ ലേഖനായിരുന്നപ്പോൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നാരായണപ്പണിക്കരായിരുന്നു ജനറൽ സെക്രട്ടറി. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പുസ്തകങ്ങളും തന്നിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെ എൻ്റെ വളരെ വിലപിടിപ്പുള്ള നിധിയായിട്ട് തന്നെയാണ് ആ പുസ്തകങ്ങൾ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നത്, വായിക്കാറുമുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട സമുദായ ആചാര്യന്മാരിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന് ശേഷം വന്നവർക്ക് ഒരിക്കലും ആ ലെവലിലേക്ക്, ഇപ്പം തന്നെ പറയുന്നു ആരുടെ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ NSSൻ്റെ ഒരു പ്രത്യേകത, ആ നിയമങ്ങളെ, ആ ചട്ടക്കൂടിനെ അദ്ദേഹം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. ഒരാൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ, അതേ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്, ആയുഷ്കാലം മുഴുക്കുകയും ആ സ്ഥാനത്ത്, ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ല, അതിനകത്ത് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാവാത്ത അങ്ങ് പറഞ്ഞതിനകത്ത് ഈ ജനാധിപത്യത്തിൻ്റെ എങ്ങനെയായിരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ഒരാൾ അധികാരത്തിൽ വരുന്നത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് സംഘടനയിലാണെങ്കിലും. ഈ 5 വർഷമായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ 300 പേര്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ 300ഓളം പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് അവരിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ പറയട്ടെ ഹരി, ഞാൻ പറയട്ടെ, അത് ജനാധിപത്യം അല്ലല്ല. ഹരിയെ കിട്ടിയത് നന്നായി. NSSന് അനുകൂലമായി സംസാരിക്കാൻ ഒരാളെ കിട്ടിയിരുന്നു. അതെ, അത് ജനാധിപത്യം. അത് മോഹൻപിള്ള, ഞാൻ പറയട്ടെ മോഹൻപിള്ള, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അതെ, ഞാൻ പറയട്ടെ, ഉള്ളത് പറയുന്നത് എന്താ പ്രശ്നമുള്ളത് മോഹൻപിള്ള? നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല, ഉള്ളത് പറയാന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരാളെ ഉള്ളോ ഇവിടെ നായന്മാർ? അല്ല മോഹൻപിള്ള, എൻ്റെ ചോദ്യം ഇതാണ്. കേരളമാണ് നായർ സമുദായത്തിൻ്റെ. എനിക്ക് എൻ്റെ നാട്ടിൽ ഒത്തിരി നായന്മാരുണ്ട്, നല്ല നായന്മാരാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളും നായന്മാരും ഒക്കെ വലിയ സൗഹാർദ്ദമാണ്. എൻ്റെ അച്ഛനെ താങ്കൾ പറഞ്ഞു ഒരാളെ ഉള്ളോ ന്യായീകരിക്കാൻ എന്നുള്ളതല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ അഖില ലോക നായർ സമുദായത്തിൽ ആയുഷ്കാലം ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ ഒരേ ഒരു നായർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ ചോദ്യം. അല്ല, അങ്ങയോട് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കട്ടെ വിനീതമായിട്ട്. തിരുവനന്തപുരത്തെ മലങ്കര സഭയുടെ പിതാവ് മാർ ക്ലീമിസ് പിതാവ് എത്ര വർഷമായിട്ട് ക്ലീമിസ് പിതാവിൻ്റെ തലപ്പത്തിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായിട്ട് അദ്ദേഹം തലപ്പത്തിരിക്കുന്നു? അങ്ങ് പറ, മറുപടി പറ. 50 വർഷമായി. ആണല്ലോ. നോക്കൂ, അതല്ല ഞാൻ പറയട്ടെ. സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹം എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ. ഞാൻ ചോദിക്കട്ടെ, 25 കൊല്ലമായി അദ്ദേഹം ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഒരു മിനിറ്റ്. അതുകൊണ്ടല്ലേ, എനിക്ക് പിതാവിനെ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ കേപ്പബിൾ ആയിട്ടുള്ള, ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളാണ് ആ തലപ്പത്തിൽ
കൊടുത്തിരിക്കുന്നത്. അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്താ പ്രശ്നമുള്ളത്? പുതിയ ആള് വരട്ടെ, അതിനേക്കാൾ മികച്ച ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെടണ്ടേ. ഇത് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അവസരമുണ്ട്. ഈ മോഹൻ പിള്ളയ്ക്ക് അവസരമുണ്ട്, എനിക്ക് മത്സരിക്കാം, അങ്ങേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല, അങ്ങ് നായരല്ലാത്തതുകൊണ്ട്. ഞാൻ നായരാണ്, അപ്പോൾ ശ്രീ മോഹൻ പിള്ള നായരാണ്. മഞ്ജുഷന് മത്സരിക്കാം, മഞ്ജുഷൻ കരയോ അംഗമാണെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നായന്മാരായിട്ട് അതൊരു കാര്യമുണ്ട്, വെറുതെ പറ്റത്തില്ല. ജനാധിപത്യം പൂത്തുലയുന്നത് താങ്കൾ പറയുകയാണ്. ഒരു ജനാധിപത്യവും NSS-ൽ പൂത്തുലയുന്നില്ല. കരയോഗത്തിൽ അംഗത്വം എടുക്കണം, കരയോഗത്തിൽ അംഗത്വം എടുത്താൽ മത്സരിക്കാനുള്ള അവസരരമുണ്ട്. അപ്പം അങ്ങനെ 5 വർഷം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുമ്പോ അതിന് അവനകത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമുണ്ടോ? എനിക്കിഷ്ടമില്ലാത്തവരെ അല്ല, അത് ഓരോരുത്തരുടെ, നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, അദ്ദേഹത്തെ ഇഷ്ടമുണ്ട്, അതിന് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജനാധിപത്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ വ്യക്തിപരം, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടാവില്ല, മോഹൻ പിള്ളയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടില്ല, അതോടൊപ്പം തന്നെ വർഗീസാലിന് വേറെ മഞ്ജുഷ് ഒരാളെ ഇഷ്ടം ഉണ്ടാവില്ല, ഇങ്ങനെ പലർക്കും ഇഷ്ടമില്ലാതെ ഉണ്ടാവും. പക്ഷെ നമ്മളതല്ലല്ലോ കേട്ടോ സംസാരിക്കുന്നത്. ഒരു സംഘടനയ്ക്കകത്ത് ഒരു തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് നിയമപരമായി മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ബ്രിഗേഡിയറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ചെയ്യാനാണ് നിങ്ങളോട് ഷാബുകൂടിയുണ്ട്. അതുകൊണ്ടാണ് ഷാബു ജനാധിപത്യം പൂത്തുലയുകയാണ് NSS-ൽ എന്നാണ് GV ഹരി പറയുന്നത്. താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും NSS-ലെ ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അകത്തെ ജനാധിപത്യം എന്ന് പറയുന്ന മാതിരിയാണ്. അതായത് നെഹ്റു കുടുംബമാണ് ആജീവനാന്തം, അതിന്റെ ആജീവനാന്തം ആചന്ദ്രതാരം നെഹ്റു കുടുംബമാണ് അതിന്റെ അകത്തെ ജനാധിപത്യം. 15 കൊല്ലമായി നരേന്ദ്രമോദി ഇരിക്കാൻ തുടങ്ങിയിട്ട് മാറ്റിക്കൂടെ? നരേന്ദ്രമോദി 15 കൊല്ലമായിട്ടിരിക്കുന്നു, മാറ്റാത്തെന്താ? ജനാധിപത്യത്തിലല്ലേ, ജനാധിപത്യത്തെ മാറ്റിക്കൂടെ? RSS-ൽ ജനാധിപത്യം ഉണ്ടോ? RSS-ൽ ജനാധിപത്യം ഉണ്ട്. മോഹൻ ഭാഗത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ വരുന്നത്. രജിസ്ട്രേഷൻ പോലും കൊടുത്തിട്ടില്ല, രജിസ്ട്രേഷൻ പോലും ഇല്ല RSS-ന്റെ സംഘടനയ്ക്ക്. അങ്ങ് വർത്താനം പറയുന്നത് എന്താ പറയുന്നത്? വെറുതെ 70 വർഷം രാജ്യം ഭരിച്ചൊരു സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് പറയുന്നത്. പിന്നെ ഇവര് നിങ്ങൾ ഈ 10-20 വർഷം എന്ത് ചെയ്യായിരുന്നു? ഈ സംഘടന എടുത്ത് കൂട്ടിക്കെട്ടി വിട്ടുകൂടായിരുന്നോ? അല്ല, ഞാനാണല്ലോ ചോദിച്ചത്. ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഇദ്ദേഹത്തെ ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വല്ലഭായ് പട്ടേൽ നിരോധിച്ചാണല്ലോ. അപ്പൊ ഇവിടെ ഈ ഗണേഷ് കുമാറും ഈ സുകുമാരൻ നായരും തമ്മിലുള്ള ആ ഇഷ്യൂ, അത് ഈ പറഞ്ഞ പോലെ മഞ്ജുഷ് ഈ ടൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ 2 മാടമ്പിമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ്. ഇപ്പം ഗണേഷ് കുമാർ 6 മാസം മുമ്പ് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഗണേഷ് കുമാറിന് ആ സ്ഥാനം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാര്യം ഈ മാടമ്പിത്തരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കാര്യത്തില് ഇവരിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ സംശയമുള്ളൂ. പക്ഷെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ, ഇനി എത്ര അഹങ്കാരിയാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഈ കൂടെ കിടന്നവനെ രാപ്പനി എറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങള് അതിൻ്റെ അകത്ത് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമുണ്ട്. സുകുമാരൻ നായരെ പറ്റി പറഞ്ഞത് കാര്യം അവിടെ ചെല്ലുമ്പോൾ ഉള്ള ആക്ഷൻ എന്താണ്, ഓരോ 100% വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങളുടെ ഒരു സംസാര വിഷയമായിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ ഉയർന്നൊരു സംസാരമാണ് എന്തുകൊണ്ട് NSS ഇത് തുടങ്ങിയില്ല, മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല എന്നുള്ള കാര്യം. കറക്റ്റാണത്. കാര്യം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ കോടികള് കൈക്കൂലി മേടിച്ചോണ്ട് അധ്യാപകരെ അവിടെ നിയമിക്കാൻ പറ്റില്ല. കാര്യം അതിന്റെ ആവശ്യമില്ല. അതിന്റെ മെഡിക്കൽ ഡിഗ്രി ആയിട്ട് വരുന്ന PG ഡിഗ്രി ആയിട്ട് വരുന്ന ഒരു ഡോക്ടറും ഇവിടെ കൊണ്ടുപോയി സുകുമാരൻ നായരുടെ കാലത്ത് കൊണ്ടുപോയി നോട്ട് കെട്ടുകൾ ചൊരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വഴിക്കുള്ള വരുമാനം ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ അടുത്തുനിന്ന് വലിയ ഫീസ് മേടിച്ചോണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ഫീസ് കൊടുത്ത് കുട്ടികൾ വരണം, അവിടെ MBBS പഠിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതുപോലുള്ള കാശ് മുടക്കിയുള്ള ഫെസിലിറ്റികളൊക്കെ കാര്യങ്ങളൊക്കെ വേണം. കാര്യം അതിന് ഇവർക്കൊട്ട് ഉള്ള സാധനങ്ങള് ഞാൻ NSS കോളേജിൽ 5 വർഷം പഠിച്ച, ഞാൻ പന്തളം സ്വദേശിയാണ്. ഏറ്റവും കൂടുതൽ NSSന്റെ സ്ഥാപനങ്ങളുള്ള സ്ഥലം പന്തളമാണ്. ചങ്ങനാശ്ശേരി അല്ല കേട്ടോ. ചങ്ങനാശ്ശേരി ഹെഡ് ഓഫീസാണ്, പിന്നെ കോളേജ് ഉണ്ട്, സ്കൂൾ അങ്ങനെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ NSSന്റെ സ്ഥാപനങ്ങളുള്ളത് പന്തളത്താണ്.
ആ പന്തളം NSS കോളേജിലാണ് ഞാൻ 5 വർഷം പഠിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ കോളേജിൽ പോയിരുന്നു. എന്തൊരു ദയനീയം! ഒരു ആന ചത്ത് കിടന്നാൽ അറിയില്ലെന്ന് ആ കോളേജിന്റെ കോമ്പൗണ്ടിൽ. അത്ര ദയനീയമാണ് പന്തളം NSS കോളേജ്. എല്ലാ കോളേജിന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് 50 ലക്ഷം 80 ലക്ഷം 1 കോടിയൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടൊക്കെ അഡ്മിഷൻ നടത്താൻ പറ്റും, അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഈ ഏർപ്പാട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ പറ്റില്ല. അത് പ്രൊഫഷണലായിട്ട് നടത്തിക്കൊണ്ട് പോയേ പറ്റുള്ളൂ. ആ ഏർപ്പാട് പണിയെടുത്ത് തിന്നുന്ന ശീലം ഈ സാധനങ്ങൾക്കില്ലല്ലോ. ഇവർക്ക് ഒരൊറ്റ ഒരു കുനിഞ്ഞൊരു പ്ലാവില എടുത്ത് കളയുന്ന ശീലമോ അല്ലെങ്കിൽ ആ ഒരു അത്രയും പോലും അധ്വാനിക്കുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഈ നാട്ടുകാരുടെ കൊള്ളയടിച്ച് മാത്രം കഴിഞ്ഞുകൂടുന്ന കുറെ ഇത്തിൽക്കണ്ണികളും അടങ്ങിയ, ഈ പറഞ്ഞ പോലെ ഇത്തിൽക്കണ്ണികൾ അടങ്ങിയ ഒരു അധോലോക സംഘമാണിത്. 2 കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മോഹനൻ പിള്ളയുടെ ടീം എന്ന് തന്നെ പറയാം, കാരണം അദ്ദേഹം ചർച്ചയിൽ ഉള്ളത് കൊണ്ട്. പിന്നെ KB ഗണേഷ് കുമാർ കൂടി അതിലേക്ക് വരുന്നു. ഇവർ ഉന്നയിക്കുന്നത് കുടുംബ സ്വത്താക്കി മാറ്റുന്നു എന്നുള്ള കാര്യം. പിന്നെ മന്നത്താചാര്യന്റെ സമാധി അത് പൂട്ടി താക്കോൽ വീട്ടിൽ ഓഫീസിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. ആരെയും അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും പ്രധാനമന്ത്രി വന്നാലും അനുമതിയില്ല. വൈസ് പ്രസിഡന്റ് കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ, അനുമതി നിഷേധിച്ചത്. അത് നായയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അവിടെ നായ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമതി നിഷേധം വരുന്നത്. അപ്പോഴാണ് ഗണേഷ് ഒരു ഓൾട്ടർനേറ്റീവ് കാര്യം പറയുന്നത്. അവിടെ പെരുന്നയിൽ സമാധി സ്ഥലത്തിന്റെ മതിലിന് മുകളിൽ നിന്ന് നമുക്ക് പുഷ്പങ്ങൾ അങ്ങോട്ട് അർപ്പിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത്. അത് പരിഹസിക്കുകയാണല്ലോ. എന്തായാലും ആ പരിഹാസം കേട്ടെങ്കിലും അദ്ദേഹം വഴങ്ങണം എന്നുള്ളതാണ്. ഇല്ല, അതിനൊക്കെ വേണ്ട മിനിമം മര്യാദയും ബോധമൊക്കെ വേണ്ടേ? അതല്ല, ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ ഒന്ന് ഈ ഗുരുവായൂർ അമ്പലത്തിലും ഈ നാട്ടിലെ ആരാധനാലയങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നതാണ്. ഈ അമ്പലത്തിന്റെ അകത്ത് പട്ടിയെ കെട്ടി പരിശോധിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശിവഗിരിയുടെ കാര്യം പറയുന്നുണ്ട്. ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. ശിവഗിരി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും, വേണ്ട. അവിടെ ഇനിയിപ്പോ വേറൊരു നായയുടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇത് പോട്ടെ, ഇവരുടെ കാര്യമൊക്കെ ഇവരുടെയൊക്കെ കാര്യം വിട്. സാക്ഷാൽ മന്നത്ത് പത്മനാഭന്റെ ചെറുമക്കള്, അദ്ദേഹം ഒരു വളരെ ഹൃദയം പൊട്ടി ഒരിക്കൽ കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഇവിടെ വന്നിട്ട് ഈ സമാധി മണ്ഡപത്തിലോട്ട് കയറ്റിയില്ലെന്ന് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒടുവിൽ അയാൾ പറഞ്ഞതാണ്, സാറിനോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയ സെക്യൂരിറ്റിക്കാരൻ പിന്നെ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് ഈ ജനറൽ സെക്രട്ടറിയെ, ഈ ചെമ്മാരൻ നായരെ കാണാനായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന സമയത്ത് ഈ ഒരു ഒറ്റ തോർത്ത് കൊടുത്തോണ്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ എണ്ണ തേക്കുക, ഇവരുടെ മുഖത്തോട്ട് പോലും നോക്കി. ആ പറഞ്ഞല്ലോ, ഈ ചെമ്മാരനും അയാളുടെ ചെരുപ്പുകുത്തികളും ചേർന്ന ഒരു അധോലോക സംഘമാണ് ഈ സാധനം. ഇപ്പൊ എന്തായാലും ഈ ജീവിഹരിക്ക് ഈ നമ്മുടെ VD സതീശനെ പറച്ചില്ല അദ്ദേഹത്തിന് ഒരു വിഷമം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഹരി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരി പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ വേണ്ട, പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്തതല്ലേ. പച്ചക്കള്ളം പറയുന്നത്, ഓരോന്ന് പറയുന്നത്, സതീശനെ പറ്റി പറയുന്നത്. ജീവിഹരിയുടെ നേതാവാണ്. ഇനിയിപ്പോ നാളെ കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനമില്ലാതായാലും ചിലപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടെങ്കിലും കയറാൻ പറ്റും. ഇങ്ങനെ തൊഴുതു നിന്നാൽ എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഹരി താങ്കളോടാണ്. ഞാൻ ഷാബു പ്രസാദ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് 2 കാര്യങ്ങളാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. ഞാൻ സഭ്യമായിട്ട് തന്നെ പറയാം. അദ്ദേഹം ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ പലതും ഉപയോഗിക്കും. എനിക്ക് അതുപോലെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. 2 കാര്യമാണ്. ഒന്ന് മഞ്ജുഷ സൂചിപ്പിച്ചു, ഒന്ന് അവിടുത്തെ സമാധിയിലെ കാര്യമാണ്. കഴിഞ്ഞ 25 വർഷമായി എല്ലാ വർഷവും കൃത്യമായി സമാധി മണ്ഡപത്തിൽ പോയി മന്നം സമാധിയിലും അതോടൊപ്പം തന്നെ ആ മന്നം ജയന്തിയുടെ അന്നും അതോടൊപ്പം തന്നെ സമാധിയുടെ അന്നും അവിടെ പോകുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായി. അവിടെ ആരെയും തടസ്സപ്പെടുത്തിയതായിട്ട് ഒരു മിനിറ്റ് ഇടയ്ക്കിടപെടരുത് ഷാബു പ്രസാദ്, ഇടയ്ക്കിടപെടരുത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും. ഒരു മിനിറ്റ് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് 25 കൊല്ലമായി അവിടെ പോകുന്ന ആളാണ്. 2 തവണ ഒരു വർഷം. ഈ 2 തവണയും ഒരു 1000-കണക്കിന് ആളുകൾ 10,000-കണക്കിന് ആളുകൾ അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. ഒരാൾക്കും ഒരു തടസ്സവുമില്ല. അവിടെ ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഇതിനകത്തേക്ക് ഈ സമാധി മണ്ഡപത്തിൽ പോയവർക്കറിയാം. ഷാബു പ്രസാദ് അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ അവിടെ പോയ ആളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമ്പലത്തിനകത്തതുപോലെ അല്ല. അപ്പം നമുക്കറിയാം വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമല്ല, അവിടെ സമാധിയാണ്. ആ സമാധി എന്ന് പറയുന്ന ആ വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയാൽ ആ സമാധി മണ്ഡപമാണ്. ആ സമാധി മണ്ഡപത്തിലേക്ക് ചെരുപ്പിട്ടും അതോടൊപ്പം തന്നെ നായിക കയറ്റിയും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അന്നാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അങ്ങനെയുള്ള ആളുകൾ വരണ്ട. അത്തരത്തിൽ വലിയ VIP അവിടെ വരുമ്പോൾ അവിടെ പവിത്രമായി ഈ കേരളത്തിലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ പവിത്രമായി കാണുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ അത്തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് ആരും വരണ്ട. ഈ ദിവസം അവിടെ ആര് വന്നാലും അവിടെ ഒന്ന് പൂട്ടിട്ട് തൊഴുതിട്ട് പോവാം, ഒരു പ്രയാസവും. അവിടെ ആരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. അതിന് 2 ദിവസങ്ങളുണ്ട്, പ്രധാനമായിട്ടും 2 ദിവസങ്ങൾ. ഇനി എല്ലാ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നത് 24x7 ദിവസവും അവിടെ വിളക്ക് കത്തിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ 64 വർഷങ്ങളുടെ ചരിത്രം അദ്ദേഹം പറഞ്ഞ സത്യമാണ്. 64 വർഷവും ഈ രാവിലെയും വൈകുന്നേരവും അവിടെ വന്ന് രാവിലെയും വിളക്ക് കത്തിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ സാറ് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മന്നത്താചാര്യൻ ചോദിച്ചു, അതേ കാലം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 2 നേരവും അവിടെ ആര് ചെന്നാലും ആ സമയത്ത് അവിടെ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു തടസ്സമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഇതൊരു ആരോപണമാണ്, അദ്ദേഹത്തിൻ്റെ പേരിലും NSSനെതിരായിട്ട് നടത്തുന്ന ഒരു ആരോപണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഇവിടെ നമുക്കറിയാം ഇത്രയും കുട്ടികൾ കേരളത്തിലെ പല കോളേജുകളുണ്ട്. പല കോളേജുകളിലെയും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊരു തലവരിപ്പണം ഏതെങ്കിലും ഒരു സ്കൂളിലോ ഒരു കോളേജിലോ അഡ്മിഷൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് സീറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്, സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. NSSൻ്റെ താലൂക്കുകളിൽ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഈ കാര്യങ്ങൾ അറിയാതെ വന്നിരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് ഇത്, വഴി കൂടെ പോകുന്നവർക്കല്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗമായിരിക്കുന്ന ആളുകൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ സ്വർണം അടക്കമുള്ള പെൺകുട്ടികളുടെ കല്യാണത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എത്രയോ അമ്പലങ്ങൾ, ആ അമ്പലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വേദപഠനം നടത്തുന്ന ആൺകുട്ടികൾ അവിടെ പഠിച്ചിട്ട് പുറത്തിറങ്ങി എത്രയോ അമ്പലങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. അതേ മെഡിക്കൽ കോളേജ് നടത്തണമെങ്കിൽ തലവരിപ്പണം വാങ്ങിച്ച് അല്ലെങ്കിൽ ആളുകളെ നിന്ന് പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആ കാര്യമല്ല മന്നത്താചാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് പഠിക്കാനാണ് ഈ വിദ്യാലയങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശ്രീ മോഹൻപിള്ള, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ കാണാതെയാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഷാബുലേക്ക് പോയിട്ട് വരാം. ഷാബു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർക്കണേ. ശ്രീ GV ഹരി അവിടെ ജീവനക്കാരെ അപ്പോയിന്റ്മെന്റ് NSSലെ അപ്പോയിന്റ്മെന്റിന് കാശ് വാങ്ങുന്നുണ്ടോ ഇല്ലയോ? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിദ്യാലയങ്ങൾ പഠിപ്പിക്കാൻ കുട്ടികളുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ശരി, ആ തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ മോഹൻപിള്ള, അങ്ങ് അന്വേഷിച്ച് കണ്ടെത്തി. ശരി, ശ്രീ മോഹൻപിള്ള, ഹരി പറഞ്ഞ കാര്യങ്ങൾ ഇത് നടക്കുന്ന കാര്യമാണോ NSSൽ, അതോ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണോ? മോഹൻപിള്ള, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതാണല്ലോ പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും GV ഹരി, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഞാൻ ആ ഒരു സൈഡിൽ നിർത്താം. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയും മോഹൻപിള്ള. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് മഞ്ജുഷ ചോദിച്ചത്. ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സമുദായങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനസഹായം കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? അത് പ്ലീസ് ഒരു മിനിറ്റ്. തലവരിപ്പണം നേരത്തെ, ഇപ്പോൾ തലവരിപ്പണം മേടിച്ചാൽ വരത്തില്ല. കാര്യം കോളേജൊക്കെ അടച്ചുപൂട്ടുക ഹരി. പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. ഒരു കോളേജും ഇല്ല. ഇപ്പൊ തലവരിപ്പണം മേടിക്കാനില്ല. ഇപ്പൊ പൈസ അങ്ങോട്ട് കൊടുത്താണ് പിള്ളേരെ കൊണ്ടുവരുന്നത്. പൈസ അങ്ങോട്ട് കൊടുത്ത് ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലല്ല. ഞാൻ പറയുന്നത് തന്നെയാണ് പറയുന്നത്. തലവരിപ്പണം എന്ന് പറഞ്ഞാൽ പറയാമോ എത്ര ഭംഗിയായി വാഴൂർ വിദ്യാധിരാജയുടെ പേരിലുള്ള കോളേജ്, എത്ര കുട്ടികളുണ്ട്? തലവരിപ്പണം. നേരത്തെ എനിക്ക് സ്പഷ്ടമായിട്ടറിയാം, ഞാൻ തെളിവ് തരാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിഷന് തലവരി ഉണ്ടായിരുന്നു. ഇപ്പോൾ തലവര മാറി. കാര്യം അവിടെയുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ തലവരി മേടിക്കാതെ തന്നെ ഇങ്ങോട്ട് വിളിക്കണം. പിള്ളേരില്ലെങ്കിൽ അടച്ചുപൂട്ടും. ഒന്ന് അതാണ് തലവരി. രണ്ടാമത് സ്റ്റാഫ് അപ്പോയിന്റ്മെന്റിന് ഞാൻ വെല്ലുവിളിക്കുക. ഇഫ് യു ആർ എ നായർ, ഒരു പൈസ കൊടുക്കാതെ, താങ്കൾ ഉൾപ്പെടെ ഒരാളെങ്കിലും പൈസ കൊടുക്കാതെ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പണി ചെയ്തു തരാം. രണ്ടാമത് ഹരിസാറെ മനസ്സുകൊണ്ട് ഇത് തന്നെയാണ്. 22 ഡയറക്ടർ ബോർഡ് മെമ്പർമാരിലുണ്ടല്ലോ, ഒരു 11-12 പേരും ഇപ്പം
മിണ്ടാതിരിക്കുക, ഒരു വിസ്ഫോടനം പ്രതീക്ഷിക്കാം. 12-13 പേര്, അതാരും പറയത്തില്ല. കാര്യം ഹരിച്ചേട്ടൻ, ഹരികുമാർ കോയിക്കൽ മരിക്കുന്നത് വരെ, മരിച്ചു കഴിഞ്ഞ് സഞ്ചയനത്തിന് പോയെന്ന് പറഞ്ഞാണ്, സഞ്ചയനത്തിന് പോയിട്ടില്ല. ഒന്ന് മനസ്സിലാക്കേ. താങ്കൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലൊന്നും അറിയത്തില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വളരെ സ്പഷ്ടമാണ്. കേരള മക്കൾ എന്ന് മുതലായത്. ഈ കേരളം എന്ന് പറയുന്ന കൂപമണ്ഡൂകമായിട്ടുള്ള ജനറൽ സെക്രട്ടറിക്ക് പെരുന്ന മാത്രമാണ് കേരളം. അവിടെ മാത്രമാണ് ബിൽഡിംഗ് പണിയുന്നത്. വളരെ പുരാതനമായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ പുതിയ കോൺക്രീറ്റ് മന്ദിരം ഇപ്പൊ പണിയുവാണ്. ജി വി ഹരിക്ക് അറിയുമോ? ഏറ്റവും വലിയ സമുന്നതമായിട്ടുള്ള ഓഡിറ്റോറിയം ഉണ്ടാക്കി. അതിന് എത്ര നിങ്ങൾ അതിന്റെ ഡയറക്ടർ ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രതിനിധി സഭയുണ്ട്, പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കണക്ക് എത്ര ബുക്കിംഗ് ഉണ്ട്? ഏതെങ്കിലും ഒരു ദിവസം അവിടെ ബുക്കിംഗ് നടക്കുന്നുണ്ടോ? 2, കന്യാകുമാരിയിലെ സ്ഥലം വിറ്റെന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത് കൊണ്ടാണ് കന്യാകുമാരിയിലെ സ്ഥലം വിറ്റത്. ഡോക്യുമെന്റ് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി കള്ള ആധാരമല്ല, പവർ ഓഫ് അറ്റോർണി സംഗീത് കുമാറിന് കൊടുത്തു. അതുണ്ട്, ഡോക്യുമെന്റ് വിട്ടിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറ. ഞങ്ങളുടെ ആരാധനായിട്ടുള്ള, നിങ്ങളുടെ വലിയ ആളായിട്ടുള്ള മാർപ്പാപ്പ ഒന്ന് പറഞ്ഞതാ. ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക. ആധാര കള്ളയാധാരം കൊള്ള. ഇത് കൂടുതൽ വല്ലതും പറയണോ? കോളേജുകൾ, സ്കൂളുകളുടെ അവസ്ഥ, എത്ര ബിൽഡിങ്ങുകളാണ് ഇടിഞ്ഞു പോകുന്നത്? തല കുനിച്ചാണ് പോകുന്നത്. MC റോഡ് കൂടെ തന്നെ പോകുന്നത്. തിരുവനന്തപുരത്തെ മറ്റുള്ള കോളേജുകളും MG കോളേജും ഒന്ന് കണ്ടിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഹരി ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നു വൈറ്റ് വാഷ് അടിക്കരുത്. എനിക്ക് മനസ്സിലായി, ശരിയാണ്. ജോലി NSS ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മുട്ടു മടക്കി തൊഴുത് നിന്നേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൂടുതൽ കമന്റിൽ ദയവായിട്ട് തന്നെ അതിനകത്തോട്ട് വലിച്ചടക്കരുത്. അതുപോലെ പെരുന്നേ പോയി ആരും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ശരിയാണ്. ഞാൻ പോയി ഇരിക്കും. ഞാൻ ഇരുന്നിട്ടുകൊണ്ട് ഇന്ന് വരെ ഇരുന്നിട്ടുള്ളൂ. നേരെ പോയി ഇരുന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇരിക്കുമ്പോഴും ഈ ഹരി ചിരിക്കുന്നു. ഡയറക്ടർ ബോർഡ് മെമ്പർമാര്, മറ്റുള്ളവര്, പ്രിൻസിപ്പൾമാർ വന്ന് കാലേ തൊട്ട് തൊഴുവാണ്. അതുകൊണ്ടായിരിക്കും ഗണേഷ് കുമാർ പറഞ്ഞത് എപ്പോഴും താഴോട്ട് നോക്കുന്ന എന്റെ കാലയിൽ ആരെങ്കിലും തൊഴാൻ വരുന്നുണ്ടോ എന്ന്. പിന്നെ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയത് പിന്നെ 40 വർഷം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ എന്നാ അറിയാവോ? ഹരിക്കൊരു കാര്യം അറിയത്തില്ല. ഒരു ഫംഗ്ഷനും പെരുന്ന വിട്ട് പോകത്തില്ല. കാര്യം പോയാൽ ആ കസേര വേറെ വല്ലവരും കയറിയിരിക്കും. പോയിട്ടില്ല. പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കരയോഗത്തിൽ ചെന്നാൽ നല്ല അടി കിട്ടും. അതും ഒരു പേടിയുണ്ട്. ഇല്ലാന്ന് പറയാവോ? ഞാൻ ഹരിയെ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ ഇവിടെ നായർ സർവീസ് സൊസൈറ്റി 50 ലക്ഷം ഉള്ള ഒരു നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു റഫറൻഡം നടത്തിയാൽ, നായന്മാരുടെ ഒപ്പീനിയൻ എടുത്താൽ 1 ലക്ഷം പേരെങ്കിലും ഈ സുകുമാരൻ നായരുടെ കൂടെ നിൽക്കുവോ എന്ന് തോന്നുന്നുണ്ടോ? 1 ലക്ഷം. 49 വിട്ടുകളെ ഞാൻ വെല്ലുവിളിക്കുവാണ്. നടക്കത്തില്ല. അവിടെ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈലോ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അമെന്റ് ചെയ്യുന്നത് പോലെ, അതായത് 4/3 ഭൂരിപക്ഷം വേണം. ഈ 4/3 ഭൂരിപക്ഷം ഉണ്ടാകുന്ന കുടുംബത്തു നിന്നാണ്. എന്നിട്ട് ഹരി ഒരു ഉത്തരം പറ. സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം എന്നാ? കുടുംബാധിപത്യത്തിൽ എല്ലാവരും 42 പേർക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തോ? ഇല്ല. അത് കേട്ടോണ്ടിരിക്കുവാണോ? പ്ലീസ്, താങ്കളൊരു അധ്യാപകനല്ലേ? അതിന് മറുപടിയാണോ? ഒരു കുടുംബത്തിൽ നിന്ന് എന്താ ഹരി ഇത്? പ്ലീസ്, എനിക്കറിയാം ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ട്, പുറമെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ചർച്ച അവിടെ നിർത്താം. ഷാബുവിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. ഷാബുവിന് അവസരം അധികം കിട്ടിയില്ല. ഷാബു ഇത് തീർച്ചയായിട്ടും ഷാബുവിന് ഉള്ളുകൊണ്ട് പ്രശ്നമില്ലല്ലോ അല്ലേ? ഷാബുവിന് ഉള്ളുകൊണ്ട് പ്രശ്നമില്ലല്ലോ അല്ലേ? ഇവർ ഉന്നയിക്കുന്നത് വെച്ച് കടത്തിയുള്ള ആരോപണമാണോ ഷാബു? ഷാബു NSS ജോലിയില്ല, എനിക്ക് അവിടുന്ന് ഒരു ആനുകൂല്യത്തിന്റെ ഒരാവശ്യവുമില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് മോനമ്പിള്ള സാർ പറഞ്ഞപ്പോഴാണ് GV ഹരിക്ക് NSSന്റെ സ്ഥാപനത്തിലാണ് ജോലി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ നിസ്സഹായ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പറഞ്ഞതെല്ലാം പിൻവലിച്ചു പോട്ടെ. അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും അഴിമതിയൊന്നും നടത്താതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് NSSലെ ജോലി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും യാതൊരു അഴിമതിയും ഇല്ലാത്ത നല്ലൊരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജോലി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയക്കാരിൽ സംശുദ്ധനാണ്. ഞാനത് 100% അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് 100% ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മഞ്ജുഷേ, ഈ നാട്ടിലെ കാറ്റിന് അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് NSSലെ ജോലി എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഈ നാട്ടിലെ ചങ്ങനാശ്ശേരിയിലെ അടക്കം കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണിത്. ഇപ്പൊ മോനമ്പിള്ള സാറ് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ നായന്മാരുടെ ഇടയില് ഒരു രഹസ്യമായിട്ട് ഒരു റഫറൻഡം നടത്തി കഴിഞ്ഞാൽ ഈ മനുഷ്യന് കുടുംബത്തിൽ നിന്ന് വോട്ട് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്.
ഒന്ന് ആലോചിച്ച് നോക്കുന്ന ഈ അടുത്ത സമയത്ത് നല്ല രസം. ഞാൻ അടുത്ത സമയം വരെ ആ പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഈ NSS ഡയറക്ടർ ബോർഡിലെ ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആള് മരിച്ചപ്പം അതിന്റെ താഴെ ഈ ചരമക്കുറിപ്പിന്റെ അകത്ത് ഈ പത്രത്തിൽ വരുമല്ലോ ഓരോരുത്തരും മക്കള് മരുമക്കൾ, 2 ഭാര്യയുണ്ട്, മുൻ ഭാര്യയുണ്ട്, മക്കള് മരുമക്കള് പേരക്കുട്ടികൾ എല്ലാവരും NSS-ലാണ്. എല്ലാവർക്കും NSS ആണ്. ഈ ഡയറക്ടർ ബോർഡ് അതുകൊണ്ടാണ് ഈ ഡയറക്ടർ ബോർഡ് ഇങ്ങനെ ഈയുടെ മുമ്പിൽ താണു തൊഴുത് നിൽക്കുന്നത് ഇങ്ങേരുടെ കുടുംബത്തിൽ. ഇതിന്റെയൊക്കെ പേരാണ് ഹരി അഴിമതി എന്നുള്ള കാര്യം. അത് അങ്ങ് വളരെ ഹൃദയവേദനയോടുകൂടിയാണെങ്കിലും അത് ഇത് മനസ്സിലാക്കുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ഈ ഒരു വിപ്ലവം വിജയിക്കുമോ NSS-ൽ? ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മറികടക്കില്ലേ ജി സുകുമാരൻ നായർ? ഇല്ല, അത് വിജയിക്കണമെങ്കിൽ ഈ ഭരണഘടന, ഈ ചട്ടക്കൂട് മാറണം മഞ്ജുഷേ. കാരണം കലഞ്ഞൂർ മധു നമുക്കറിയാം. കലഞ്ഞൂർ മധു വളരെ ശക്തനായ കരുത്തനായ KN ബാലഗോപാലിൻ്റെ സഹോദരനാണ്. ഒരു ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു കലഞ്ഞൂർ മധു. കോന്നിക്കാരനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഡയറക്ടർ ബോർഡ് സ്ഥാനം നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്തേക്കാണ് നമ്മുടെ KB ഗണേഷ് കുമാർ വരുന്നത്. അപ്പം കലഞ്ഞൂർ മധുവിന് ആ സ്ഥാനം എങ്ങനെ നഷ്ടപ്പെട്ടു? ഗണേഷ് കുമാർ അവിടത്തേക്ക് എങ്ങനെ വന്നു? ഇത് രണ്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് സുകുമാരൻ നായർ വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. ഒരാളെ പുറത്താക്കണമെങ്കിലും ഒരാളെ ഡയറക്ടർ ആക്കണമെങ്കിലും സുകുമാരൻ നായർ വിചാരിക്കണം. ഇതാണ് NSS മോഡൽ ജനാധിപത്യം എന്ന് പറയാവുന്നത്, എന്ന് വിശേഷിപ്പിക്കാവുന്നത്. അതുകൊണ്ട് ഈ ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ ഈ സംവിധാനത്തിൽ ഇതേ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മാറ്റവും സംഭവ്യമല്ല. പിന്നീട് പണ്ട് ഒരു പാർട്ടിയിലെ ബയോളജിക്കൽ എന്നൊക്കെ പറഞ്ഞത് മാതിരിയുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങേണ്ടത്. ഒരാൾ ജനറൽ സെക്രട്ടറി ആയാൽ ജീവിതാന്ത്യം വരെ ജനറൽ സെക്രട്ടറി ആയിരിക്കും. അതാണ് മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയ സംവിധാനം. അതിന് കരുണാകരനെ പോലെ ഒരാൾ വേണം മുഖ്യമന്ത്രിയായിട്ട്. ജി വി ഹരി, ഇനി താങ്കൾക്കുള്ള അവസരം. അല്ല, എനിക്ക് 2 അതിന് 70 താഴെ ആയിരിക്കണം. ഒന്ന് 70 താഴെ ആയിരിക്കണം. ശ്രീ ഷാബു പ്രസാദും ശ്രീ ഡോക്ടർ മോഹൻപിള്ളയും അതോടൊപ്പം ശ്രീ ജേക്കബ് ജോർജും ഒക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിനകത്തൊരു സംഘടനയ്ക്കൊരു സംവിധാനമുണ്ട്. ഇപ്പം ഞാൻ NSS-ൽ അല്ലെങ്കിൽ NSS അംഗം എന്ന നിലയിൽ, ഒരു നായർ എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ വളരെ അഭിമാനമുള്ള ആളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം പൊതുപ്രവർത്തനത്തോടൊപ്പം ജോലി ചെയ്ത് പൊതുപ്രവർത്തനം നടത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനകത്ത് നിൽക്കുന്ന സംവിധാനത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, സ്ഥാപനങ്ങളിൽ ക്വാളിറ്റേറ്റീവായി ചെയ്യുന്നു. ഇവർ പറയുന്നത് പോലെ വലിയ പെയിൻ്റൊക്കെ അടിച്ചു വലിയ സ്ഥാപനങ്ങൾ പോലെ പല കോളേജുകളും കമ്പയർ ചെയ്തു. അതിന് സാധിക്കില്ല. എന്തുകൊണ്ടെന്നറിയാമോ? തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ഒരു BCom അഡ്മിഷന് കൊടുക്കാൻ കുറഞ്ഞത് 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊടുക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ MG കോളേജിൽ സൗജന്യമായ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ മോഹൻപിള്ള തിരുത്തട്ടെ. ഒന്ന്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു സമുദായ അംഗങ്ങളായിട്ടുള്ളവർ. ഞാൻ പറഞ്ഞു ഇവിടെ NSS-ൽ അംഗങ്ങളല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. സമുദായ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് കൃത്യമായി പറയുന്നത്. അതിനകത്ത് എന്ത് തെളിവ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ആ സ്ഥാപനങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും നമ്മൾ തുടങ്ങുന്നത്. അതിലാണ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ കോളേജ് പന്തളത്ത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പവുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ് നടക്കുന്നുണ്ട്, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ കോളേജ് വളരെ ഭംഗിയായി തന്നെ ലോ കോളേജ് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലേ നോക്കൂ, ഇതിനകത്ത് നമ്മൾ എല്ലാവരും കൂടെ സംസാരിച്ചാൽ എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കില്ല. അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം ഇവിടെ വേറൊരു ആരോടും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. ഞാൻ അവിടെ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുണ്ടോ, ഇരുന്നല്ലാതെ എനിക്കൊരു ഗ്ലാസ് ചായ കൂടി തരാതെ അദ്ദേഹം എന്നെ വിട്ടിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അപ്പം ഇവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ മാത്രമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അരി ഇരിക്കൂ, ചായ വൈകുന്നേരമാണ് ചെല്ലുന്നതെങ്കിൽ ഒരു ചായ തരാതെ അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇവർ പറയുന്നത് അവരുടെ ചിലപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എനിക്കറിയാവുന്നത് അവരെ വരുന്ന ആളുകളെ മുഴുവൻ
സ്വീകരിക്കുകയും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ കാണാതിരുന്നിട്ടുണ്ടോ? എന്തിനു പറയുന്നു? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എല്ലാവരും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുള്ളവർ തന്നെയാണ്. ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള ആളുകളായിക്കോട്ടെ, പോയിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പം പോകുന്ന നോക്ക്, അത് മറ്റൊരു കാര്യമാണ്. നോക്ക്, നേരത്തെ എല്ലാ ആളുകളും കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവ്, ഏത് പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ്, ശ്രീ ഷാബു പ്രസാദിന്റെ, അദ്ദേഹം ഒരു BJP-യുടെ വക്താവ് എന്നല്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അദ്ദേഹം പ്രതികരിക്കുന്ന വലതുപക്ഷ ചിന്തയുള്ള ആളെന്ന നിലയിൽ BJP-യുടെ നേതാവ് അടക്കമുള്ള ആരാണ് അദ്ദേഹത്തെ പോയി കാണാത്തത്, സഹായം അഭ്യർത്ഥിക്കാത്തത്? എനിക്കറിയാവുന്ന കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നേ വരെ ഇപ്പോൾ ഈ ഗണേഷ് കുമാർ അടക്കം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓടി ചെന്നിട്ടുള്ളത് അവിടെയാണ്, അദ്ദേഹത്തെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ സഹായം കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം കൂടെ ഞാൻ പറയുന്നത്, അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാരടക്കം. അതുകൊണ്ട് ഞാൻ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തെറ്റാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും മത്സരിച്ച് അദ്ദേഹത്തെ പുറത്താക്കിക്കൂടെ ജനാധിപത്യം എന്നുള്ള കാര്യം പറയരുത്. ആ സിസ്റ്റം ഉണ്ട്, അതൊന്നും നടപ്പിലാവുന്നില്ല. അതല്ല, അത് മറ്റൊരു കാര്യം. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ ആർക്കും കടന്നു പോകാം. ആർക്കും കടന്നു പോവാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം വളരെ കൃത്യമായി ഇവർ പറഞ്ഞ ആരോപണങ്ങൾ, ഈ പുസ്തകത്തിനകത്തുള്ള കണ്ടന്റ് ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞാനിതൊന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം. ഈ കണ്ടന്റിനകത്ത് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് അതിന് നീതിപരമായി ചെയ്യാൻ കഴിയുന്നത്? അത് ചെയ്തോട്ടെ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇത് എല്ലാം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഇത് തെറ്റാണ്, നിങ്ങളുടെ ബോധ്യത്തിൽ ഇതിങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം. ഒറ്റ കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി, KM മാണി തുടങ്ങിയവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ഞാൻ അംഗീകരിക്കുന്നു. ആ നിലയിൽ തന്നെ അദ്ദേഹത്തെ കാണുന്നുള്ളൂ. കേരള സമൂഹത്തിൽ നായർ സമുദായത്തിന് ഉള്ള പങ്ക്, അതിൻ്റെ ശക്തനായ ഒരു പ്രതിനിധി തന്നെയാണ് അദ്ദേഹം. പക്ഷേ നായന്മാരുടെ കൂട്ടത്തിൽ ഒരു സുകുമാരൻ നായർ മാത്രമേ ഉള്ളൂ ഈ നേതൃസ്ഥാനത്ത്, ഈ കസേരയിൽ ഇരിക്കാൻ അർഹൻ. ശ്രീ മോഹൻപിള്ള എൻ്റെ ചോദ്യമുള്ളൂ. ശരി, ശ്രീ മോഹൻപിള്ള. ഹരി രണ്ട് കാര്യം ചോദിച്ചത്. സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് നായർ സർവീസ് സൊസൈറ്റി. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് വന്നു. പാവപ്പെട്ടവരെ ഉദ്ധരിക്കുന്നതാ നായർ സമുദായം എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ആത്മഹത്യ റേറ്റിൽ പേരെടുത്തെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക്. നായർമാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നത്തിൽ. ഒരു നായർ സമുദായവും സഹായിക്കാനായിട്ടില്ല. രണ്ടാമത് ഇലക്ഷന്റെ കാര്യം പറഞ്ഞു. എനിക്ക് വരാൻ താല്പര്യമല്ല, പക്ഷേ ഒരാൾ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഹരി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആളിനെ പട്ടിയാക്കരുതേ. ഒരാളെ ഒരു കരയോഗത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് വിമത കരയോഗമായിട്ട് ജയിച്ചു വന്നിട്ടുള്ള എല്ലാ കരയോഗങ്ങളെ അദ്ദേഹം പിരിച്ചുവിടുക ചെയ്ത്. ഏത് ജനാധിപത്യവാദ? എന്നിട്ട് പരാജയപ്പെട്ടവരുടെ കമ്മിറ്റി വെച്ച് ഭരിക്കുക. എന്താ ഹരി ഇത് കാണിക്കുന്നത്? ഹരി സാറെ, ഇതിനെന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്നിട്ട് പറയാം എല്ലാവർക്കും അവിടെ വരാമെന്ന്. ഇങ്ങനെയുള്ള ഒരച്ചു നോക്കി ഇനി കയറാൻ പറയുന്ന 300 വാഴപ്പിണ്ടികളാണ് അവിടെ കൊണ്ടുവരുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെതിര് പറയും? എന്നിട്ട് പറയും ഈ 300 പേര് എന്നെ ജയിപ്പിച്ചു വിട്ടു. എവിടെ ഈ 300 പേര്? ആ 100 നിന്നാണ് ഈ 22. പിന്നെ ഇപ്പം 22 ഒന്ന് ടെക്നിക്കൽ വരുന്നു. ഒരു വർഷം മകനെ ഇപ്പൊ ടെക്നിക്ക് പഠിക്കാനായിട്ട് പുള്ളിക്കാരന്റെ ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് പഠിപ്പിക്കാനുള്ള ടെക്നിക്കൽ മെമ്പറായിട്ട് ഒരു വർഷം ഇരിക്കണം. അത് കഴിഞ്ഞ് ഹരി നോക്കിക്കോളൂ, ഡയറക്ടർ ബോർഡ് പെർമനന്റ് മെമ്പറാണ്. അങ്ങും നമുക്ക് കാണാം. ഞാൻ ഹരിയോട് ഇപ്പോഴും വ്യക്തമായിട്ട് പറയുന്നു, ഹരി സാറ് യു ആർ ആൻ എക്സലന്റ് ഒറേറ്റർ ആൻഡ് ലീഡർ. അതിനകത്ത് യാതൊരു സംശയവും. ഐ റെസ്പെക്ട് യു. ബട്ട് ലിമിറ്റേഷൻസും എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടൊരു കാര്യവുമില്ല. കാര്യം സ്വാഭാവികമായിട്ടും അങ്ങേക്ക് എതിർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കടന്നിട്ട് കാര്യമില്ല. ഷാവു പ്രസാദ് പറഞ്ഞ പോലെ എനിക്ക് ഫീലിംഗ് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതേ വികാരം കൊണ്ടാണ് ഈ ഒരു വികാരം NSSുമായിട്ട് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാര് ഇപ്പം ഞാൻ ബെറ്റ് ചെയ്യുന്നു, ഹരി സാറ് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ ഹരി സാറ് മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, യുവർ ഓൾ റിലേറ്റീവ്സ്, ബന്ധക്കാരെങ്കിലും എവിടെങ്കിലും ജോലിയിലുണ്ടെങ്കിൽ അവരെ വരെ ശത്രുതാ മനോഭാവത്തോടെ പിടിക്കും. അവരെ വരെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റുമോ? ഇതാണ് അവിടുത്തെ ഡെമോക്രസി. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ പറയുകയാണ് ജനാധിപത്യമാണ്. ജനാധിപത്യമല്ല. അവിടെ എത്രയോ പേര് പകരം ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം പുറത്താക്കിയിട്ടുണ്ട്. എന്തിനു പറയുന്നു? എത്ര സ്കൂളുകൾ അടച്ചുപൂട്ടി ഹരി. ഡോക്ടർ മോഹൻപിള്ള, ഇന്നലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുസ്തക പ്രകാശനം തിരുവനന്തപുരത്തെ മന്നം ക്ലബ്ബിൽ നടത്താൻ പറ്റാതെ വന്നത്? അത് NSSുമായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ അണ്ടറിലല്ല മന്നം ക്ലബ്ബ്.
എന്നിരുന്നാൽ പോലും ആദ്യം സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു നായന്മാരുടെ ശൂരത്വം എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തതിന് ശേഷം തന്നെയാണ് അവിടെ അത് ചെയ്തപ്പോൾ സംഗീത് കുമാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അങ്ങേർക്ക് പകയാണ്. കാര്യം കേസ് മൊത്തം തുറന്നാലേ ഹരിസാറേ സുകുമാരൻ നായർ പകുതിയേ പെടുകയുള്ളൂ. ബാക്കി 75% പെടാൻ പോകുന്ന തിരുവനന്തപുരത്തെ സംഗീത് കുമാറാണ്. ഈ ബിനാമി കഥകളൊക്കെ വരും. ഈ സംഗീത് കുമാർ ഒരു തമിഴനാണ്. ആണോ? തമിഴനാണ്. ഹരിസാർ പറയും തമിഴനല്ലാന്ന്. പക്ഷെ തമിഴ്നാട്ടുകാർ പറയുന്നത് തമിഴനാണെന്നാ. കാര്യം ഞാൻ മൈനോറിറ്റി തമിഴനാണെന്ന് പറഞ്ഞ് മധുര ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് അയ്യപ്പ കോളേജിലെ സെക്രട്ടറി ആയിട്ടിരിക്കുക. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും വ്യക്തിപരമായ അധിക്ഷേപം അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ലോജിക്കലായിട്ട് പറയാം. അത് അത്തരത്തിലുള്ള ചർച്ച അഭികാമ്യമല്ല മഞ്ജുഷ. ഞാൻ പറയട്ടെ, ഓരോരുത്തരെ എടുത്തിട്ട് മോഹൻമലയുടെ കുറവുകളും എന്റെ കുറവുകളും അത് പറയുമ്പോഴല്ല നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാത്ത ഒരാളെ കുറിച്ച് അതിനകത്ത് ഇല്ലാത്ത ആക്ഷേപങ്ങൾ പറയുന്നത് ശരിയല്ല. അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ചർച്ചയായിട്ട് ഞാൻ സഹകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ പ്രശ്നം അങ്ങേടേതായിട്ടുള്ള വെർഷൻസ് പറയാം. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഞങ്ങൾ കേസിന് അത് ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ. അതന്നെയല്ലേ പറയുന്നു. 87 പ്രാവശ്യം കേസ് മാറ്റിവെക്കുമ്പോൾ 87 പ്രാവശ്യം കേസ് മാറ്റിവെക്കുമ്പോൾ പൈസ എന്തിനെന്നറിയാവോ? ബെഞ്ച് മാറാനും ഡേറ്റ് മാറാനും. കേസ് കേട്ടാൽ SNDPയുടെ ഗതിയാകും സുകുമാരൻ നായർക്ക്. പക്ഷെ കേസ് കേൾക്കാതിരിക്കാനാണ് പൈസ ചിലവാക്കുന്നത്. അത് മനസ്സിലാക്കണം. എല്ലാവരും പറയുന്നുണ്ട് കേസ് കൊടുത്തോട്ട് ദാ പോയി കേസ് കൊടുക്കാൻ. കേസ് കൊടുത്താൽ അറിയാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം കേസ് കേൾക്കരുത്. അത് കേൾക്കാതിരിക്കാനായിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത് NSS ലക്ഷങ്ങള്. അടുത്ത ബഡ്ജറ്റ് പറഞ്ഞല്ലോ, അടുത്ത ബഡ്ജറ്റിൽ കേസിനത്തിൽ ഇത്ര വക്കീൽ ഫീസ് ഒന്ന് പറയാമോ? തന്റെ ഇടം ഉണ്ടെങ്കിൽ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് വക്കീൽ ഫീസ് ഈ കേസിന് വേണ്ടി. എന്തിനാണെന്നറിയാവോ? ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനല്ല, നേരെ മറിച്ച് ബെഞ്ച് മാറ്റാനും ഡേറ്റ് മാറ്റാനും. അതിനുവേണ്ടിയാണ് പൈസ കൂടുതൽ മുടക്കുന്നത്. എന്നിട്ട് പറയാ അതാ പോയി കേസ് കൊടുത്തോളാൻ. അത് എവിടുത്തെ ന്യായം? ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പാർട്ടിയുടെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു പാർട്ടിയുടെ എന്താണ് വെർഷൻ എന്ന് പറയും. പാർട്ടിയുടെ വെർഷൻ ഞങ്ങൾ കൃത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ സാമുദായിക സംഘടനകൾ, ഇത് മാത്രമല്ല SNDP, NSS ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ജനാധിപത്യപരമായിട്ട് മാത്രമേ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണണ്ടെന്നേ. അത് ജനാധിപത്യപരമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് അത്തരത്തിലൊരു ന്യായമുണ്ടെങ്കിൽ അത് ന്യായം എവിടെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അതിന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? അതിനകത്തൊരു ന്യായമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ മോഹൻപിള്ള ഞാൻ അത്തരത്തിൽ പറയുന്നത് 100% NSSന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് ശരി. ജനാധിപത്യത്തിൽ അതാണ് ശരി. ആ ശരി അങ്ങ് അംഗീകരിക്കപ്പെടണം. പക്ഷേ സംഘടനയിൽ ജനാധിപത്യം ഇല്ലല്ലോ. ശരി, ഞാൻ അവസാനിപ്പിക്കാം. ശരി, നന്ദി. ധൈര്യമായിട്ട് കേസ് അഭിമുഖീകരിക്കുന്നതാണ് ശരി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയോ? ശരിയാണെന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 11%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.